പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, കൺമണിയെ ഇനി പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി. കൺമണി പഴയ കൺമണിയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ധനലക്ഷ്മി. ഇതേ സമയം അമ്മായിമാർ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയുടെ മാറ്റം ഞെട്ടിപ്പിക്കുന്നത് തന്നെ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാവരും. കൺമണിയെ ഭയക്കേണ്ട സമയമായിരിക്കുന്നു. അവളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. അവൾ എല്ലാം ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ ചാടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് ശരി തന്നെയാണ്. അവളുടെ നീക്കങ്ങൾ എന്നെയും ഇപ്പോൾ വളരെയധികം ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ധനലക്ഷ്മിയെ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? വരച്ച വരയിൽ നിർത്തുന്നവളാണ് ധനലക്ഷ്മി. ആ ധനലക്ഷ്മിക്കാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടിയേറ്റത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അവളെ ദ്രോഹിക്കുന്നതിന് നമ്മളും കുറെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അവളുടെ മനസ്സിൽ തന്നെ കാണും. അതുകൊണ്ട് തന്നെ ഭയക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അമ്മായിമാർ ചോദിക്കുന്നു. തൽക്കാലത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ ഇവിടെ നിൽക്കാം. ബാക്കി കാര്യങ്ങൾ വരുന്ന വഴിയെ ചെയ്യാം എന്നുള്ള തീരുമാനവും അവർ എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കൺമണി മുന്നിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ ആകെ വിരണ്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി. ഒരിക്കലും ഇങ്ങനെയൊരു ഭാവമാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റ തിരിച്ചടിക്ക് എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കുക? മാത്രവുമല്ല, കൺമണിയെ ഇപ്പോൾ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നുന്നുമില്ല. അവൾ വാശിയിലാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കുന്നതിന് വേണ്ടി അവൾ ഏതറ്റം വരെയും പോകും. തൽക്കാലത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. അത് തന്നെയാണ് നല്ലത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കൺമണി കൃഷിന് അപകടം പറ്റുന്നതായി സ്വപ്നം കണ്ട് ഉണർന്നിരിക്കുകയാണ്. കൃഷിനെ എന്തെങ്കിലും പറ്റിക്കാണുമോ? കൃഷി സാറിന് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള സംശയവും മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് കൃഷിനെ ഫോൺ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് കൺമണി. പക്ഷേ താനിപ്പോൾ ഫോൺ ചെയ്താൽ അത് ഉചിതമായിരിക്കുമോ എന്നുള്ള സംശയവും മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ആകെ സംശയത്തിലായിരിക്കുകയാണ് കൺമണി. സത്യങ്ങൾ അറിയാതെ ഒരു സമാധാനവും ഇല്ലല്ലോ ദൈവമേ എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് കൺമണി മനസ്സിലാക്കുന്നു. എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്ന കൺമണി ഒടുവിൽ കൃഷിനെ ഫോൺ ചെയ്തിരിക്കുകയാണ്. കൃഷി സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്കെന്ത് കുഴപ്പമാണ്? കൺമണിക്ക് എന്താണ് പറ്റിയത് എന്ന് കൃഷ് തിരികെ ചോദിക്കുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു, അതുകൊണ്ടാണ് കൃഷ് സാറിനെ വിളിച്ചത്. കൃഷ് സാറിന് അപകടം പറ്റുന്നതായിട്ടാണ് ഞാൻ കണ്ടത്.
ഒന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി പേടിക്കുന്നത് പോലെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രിഷ്. ഇവിടെ കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ സുരക്ഷിതനാണ്, അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺമണി ധൈര്യമായി കിടന്നുറങ്ങിക്കോളൂ, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഇനി എന്തായാലും 100 പവൻ തിരികെ കൊടുക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ധനലക്ഷ്മി മുന്നിലേക്ക് വരികയാണ്. കൺമണി, പഴയ കാര്യങ്ങളെല്ലാം മറന്നേക്കൂ, ഞാൻ കുറെ ആലോചിച്ചു. അപ്പോഴാണ് കൺമണിയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ കൺമണിയുടെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺമണി ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല, കൺമണിയാണ് ശരി. അതുകൊണ്ട് തന്നെ ഞാനും കൺമണി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വരുൺ നൽകിയ സ്വർണമല്ലേ, അത് തിരികെ കൊടുക്കാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ അതെല്ലാം തിരികെ കൊടുക്കാനും തയ്യാറാണ്. ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നം അത് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി, അങ്ങനെയായാൽ നല്ലത്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് തീരുമാനമെങ്കിൽ അത് പിന്നീട് പുലിവാലാകും. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് ആകെ ചമ്മിപ്പോയിരിക്കുകയാണ് കൺമണിയുടെ മുന്നിൽ ഇപ്പോൾ ധനലക്ഷ്മി. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ധനലക്ഷ്മി വരുണിനെ ഫോൺ ചെയ്യുകയും, നിന്നെ വിവാഹം കഴിക്കാൻ അവൾക്ക് താല്പര്യമില്ല, അവൾക്ക് ഇപ്പോൾ അഹങ്കാരം കൂടി നിൽക്കുകയാണ്, ആ കൃഷും കൂട്ടരും അവളുടെ കൂടെ ഉള്ളത് തന്നെയാണ് ഇതിന് കാരണം, അതുകൊണ്ട് അവൾ സ്വർണം തിരികെ നൽകാനാണ് ഇപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് അറിയിച്ചത് വരുണിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.